അതേപോലെ ഗോവിന്ദ്, എന്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാൻ ഇതുവരെ EV എടുത്തിട്ടില്ല. പലരും ചോദിക്കാറുണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ EV ഇതുവരെ കംപ്ലീറ്റ് ആയില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ലോങ് ഒന്നും പോകാൻ പറ്റില്ല. അതേപോലെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു പ്ലാനിങ് വേണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ റിസ്ക് ഉണ്ട്. നമുക്കൊരു പെട്ടെന്ന് എമർജൻസി എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി വന്നിട്ട് വീട്ടിൽ എത്തുമ്പോൾ ബാറ്ററി ഒരു 10% ഉള്ളൂ. ഇമീഡിയറ്റ്ലി നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണം. അന്നപ്പോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ അകത്ത്, അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് അത് ഇനിയും കുറെ കാലം കഴിഞ്ഞാൽ അതൊരു 100%ലേക്ക് വരുള്ളൂ എന്നാണ്. അപ്പൊ അതില് ബ്രോന്റെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് ശരിക്കും ഇമ്പ്രൂവ്മെന്റ്സ് വരാനുണ്ട്. പിന്നെ ഇപ്പത്തെ നമ്മള് ഭാവിയിൽ വരുന്ന കാര്യം നമ്മളവിടെ വെച്ചിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആക്സെപ്റ്റബിൾ ആണോ അല്ലെന്നാണ് നമ്മൾ ശരിക്കും നോക്കുന്നത്. ഇപ്പം ഒരു സ്കൂട്ടറിന്റെ കേസിലാണെങ്കിൽ മിക്ക ആൾക്കാരും 2 വീലറിൽ ലോങ് പോകാറില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ യൂസേജ് വരുന്നത് അണ്ടർ 50 കിലോമീറ്റേഴ്സ്, അണ്ടർ 70 കിലോമീറ്റേഴ്സ് എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഷ്യാമിന്റെ ചാനലിൽ ഞാൻ തന്നെ കാണാറുണ്ട് 200 കിലോമീറ്റർ ഓലനെ കൊണ്ട് ഡെയിലി ഓടിക്കുന്ന, അത് ഉപജീവന മാർഗത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ. അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷനിൽ വരുന്ന ആൾക്കാർ ഈ സ്കൂട്ടറിൽ 50 കിലോമീറ്റർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ താഴെയാണ് ഡെയിലി യൂസേജ് വരുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി നോക്കുകയാണ് നമ്മൾ എത്ര തവണ സ്കൂട്ടർ എടുത്ത് ലോങ് പോകാറുണ്ട്, അത് ഫ്രീക്വന്റ് ആണോ, നമ്മുടെ ഡെയിലി കമ്മ്യൂട്ട് എത്രയാണ്, നമ്മുടെ ഡെയിലി കമ്മ്യൂട്ട് നമുക്കൊരു ചാർജിങ്ങിന് തീർക്കാൻ പറ്റുമോ. അതേപോലെ നമ്മളൊരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആളാണ് ഒരു കമ്പനിയിൽ. അപ്പൊ രാവിലെ ഞാൻ 50 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഓഫീസിലോട്ട് എത്തി. ഞാൻ 7 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ചാർജ് ചെയ്യുന്ന പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും വീട്ടിലോട്ട് എത്താൻ വേണ്ടി പറ്റും. പിന്നെ എമർജൻസി യൂസ് കേസിൽ ഇത് ശരിക്കും എത്രമാത്രം പ്രാക്ടിക്കലാണ്. എനിക്ക് എമർജൻസി ആയിട്ട് ചിലപ്പോൾ ലോങ് പോകേണ്ടി വരുമോ, എമർജൻസി ആയിട്ട് നമ്മൾ ലോങ് പോകേണ്ട സിറ്റുവേഷനിൽ വണ്ടിയിൽ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് പബ്ലിക് ചാർജിനെ ആശ്രയിച്ചിട്ട് എമർജൻസി സിറ്റുവേഷനിൽ പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മള് പിന്നെ ഈ റിസ്ക്കും കാര്യങ്ങളും വേറെ കൺസിഡർ ചെയ്യണം. ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് നമ്മൾ പോവാണ്, എടുത്താണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇലക്ട്രിക് കാർ എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ട് പോവാം. പക്ഷെ ഒരു ലോങ് ആണ്, ചിലപ്പോൾ ഒരു 10%-ലൊക്കെയാണ് എത്താൻ ചാൻസ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഒരിക്കലും ആ റിസ്ക് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇപ്പം ആ EVയുടെ മാർക്കറ്റ് ഇപ്പം കാണിക്കുന്ന ചാർജിങ്ങിന്റെ മുകളിലുള്ള റിസ്ക്കും കാര്യങ്ങളും ഇൻഹറന്റ്ലി വരുന്നുണ്ട് കുറച്ച്. ആ റിസ്ക് നമുക്ക് ആക്സെപ്റ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനുശേഷം ആ വെഹിക്കിൾ ഓഫർ ചെയ്യുന്ന റേഞ്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടി കേപ്പബിൾ ആണോ അല്ലേ, നമുക്ക് ഡെയിലി എത്ര സമയം ചാർജിങ്ങിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓവർനൈറ്റ് ചാർജിങ് ആവണമെന്നില്ല, വർക്ക് പ്ലേസ് ചാർജിങ് ആവാം, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ നമുക്ക് ചാർജിങ്ങും ഇതും മൊത്തത്തിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യണം. നമ്മൾ ഇപ്പം ഒരു മാസത്തിൽ 28 ദിവസം സാധാരണ ഓഫീസിലോട്ട് പോകുന്ന ഒരാളാണ്. ഒരു ദിവസം മാത്രമേ ഇയാൾ ചിലപ്പോൾ ഒരു 20 കിലോമീറ്റർ എക്സ്ട്രാ പോകുന്നുണ്ടാവുള്ളൂ. അവരെ സംബന്ധിച്ച് ശരിക്കും EV എടുക്കുന്ന ലാഭമാണ്. ഒരു ഫ്രണ്ടിന് സ്കൂട്ടർ എടുത്ത് ആ ഒരു ദിവസം പോയി കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി കോസ്റ്റ് കുറച്ച് വരാൻ പറ്റും. ഫ്രീക്വന്റ്ലി പക്ഷേ ലോങ് പോവാണ്, പബ്ലിക് ചാർജിന്റെ മുകളിൽ ഫ്രീക്വന്റ്ലി ആശ്രയിക്കേണ്ടി വരും ഫാസ്റ്റ് ചാർജിന്റെ മുകളിൽ. അങ്ങനെയുള്ള ഒരാൾ ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കാൻ നേരത്തെ തീർച്ചയായിട്ടും അതിന്റെ ഡീഗ്രഡേഷനും ബാറ്ററിയുടെ കൂടുതലായിരിക്കും. പക്ഷേ ചില ആൾക്കാർ ഇത് കമേഴ്ഷ്യൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുക, എസ്പെഷ്യലി ഓല, ഊബർ, സ്വിഗ്ഗി ഇവർക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ അവര് ചാർജിങ്ങിന്റെ കോസ്റ്റ് കുറവാണ് പെട്രോളിനെ കാട്ടും. അതിനെക്കൊണ്ട് ഈ ചാർജിങ്ങിന്റെ ടൈമും ഇതും ആക്സെപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാണ്. അത് പിന്നെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള സംഭവമായിട്ടല്ല വരുന്നത് ഫുഡ് ഡെലിവറി എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും നമുക്കൊരു ആംബുലൻസിന് വേണ്ടിയിട്ടോ എമർജൻസി സർവീസസിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ രണ്ട് റിസ്ക് കാറ്റഗറിയിലും നമ്മുടെ റിസ്ക് എവിടെയാണ് വരുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് ആണ് നമ്മൾ ശരിക്കും ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കണോ വേണ്ടതെന്ന് നോക്കുന്നത്. ഞാൻ തന്നെ എല്ലാവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ വേണ്ടി പറയാറില്ല. ആൾക്കാരുടെ റിക്വയർമെന്റ്സ് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വെഹിക്കിളിനെ കൊണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഇത് റെക്കമെൻഡ് ചെയ്യാറ്. റേഞ്ചിന്റെ റിക്വയർമെന്റ്, ചാർജിങ്ങിന്റെ റിക്വയർമെന്റ്, റിസ്ക് ആപ്പിറ്റൈറ്റ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടത്. ഇത് നെക്സോൺ EV അല്ലേ ഇത്? അതെ, നെക്സോൺ EV പ്രൈം. ഓക്കെ. അപ്പം നിങ്ങള് കുറെ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് ഈ വണ്ടി എടുത്തതിന് ശേഷം കുറെ സജഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ? അതെ അതെ, അല്ലേ? അപ്പൊ നിങ്ങൾ ശരിക്കും ഇപ്പൊ 4 വീലർ മാത്രല്ല 2 വീലർ ആണെങ്കിലും ഇലക്ട്രിക് വെഹിക്കിളിന്റെ കാര്യത്തിൽ കുറെ ആൾക്കാർ സജഷൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ ശരിക്കും അവർക്ക് എന്ത് സജഷനാണ് കൊടുക്കാറ്? ആദ്യം ഞാൻ നോക്കാറ് ഇലക്ട്രിക് വെഹിക്കിൾ അവർക്ക് ശരിക്കും അവരുടെ ബഡ്ജറ്റ് റേഞ്ചും കാര്യങ്ങളും ആദ്യം മനസ്സിലാക്കും. ഒബ്വിയസ്ലി റേഞ്ച് കൂടുതലായിരിക്കും ബെറ്റർ. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മളിപ്പം BYDയുടെ 500 കിലോമീറ്റർ റേഞ്ചുള്ള കാറ് 10 ലക്ഷം ബഡ്ജറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ആൾക്കാരുടെ ബഡ്ജറ്റ് മനസ്സിലാക്കും. പിന്നെ അവരുടെ റേഞ്ചിന്റെ റിക്വയർമെന്റ് എത്രയാണ്, ഡെയിലി എത്ര യൂസേജ് വരാറുണ്ട്, പിന്നെ അവർക്ക് ചാർജിങ്ങിന്റെ ടൈം എത്രമാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ചിലപ്പോൾ ഓവർനൈറ്റ് ചാർജിങ്
ചാർജിങ് എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ ചിലപ്പോൾ ടെക്നിക്കലി സൗണ്ട് ആവില്ല. എസ്പെഷ്യലി കുറച്ച് പ്രായം കൂടിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് മൊബൈൽ ഫോൺ വെച്ചിട്ട് ആപ്പ് വഴി സ്കാനിങ് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആൾക്കാർക്ക് റിസ്ക് ആപ്പിറ്റൈറ്റ് ഓക്കെ ആണെന്ന് ആദ്യം നോക്കും, അതിനുശേഷം അവരുടെ ചാർജിങ്ങിന്റെ റിക്വയർമെന്റ് വരുന്നത് നോക്കും, അവർക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ, പിന്നെ റേഞ്ചിന്റെ റിക്വയർമെന്റ് നോക്കും. ഇത് മൂന്നും ഓക്കെ ആയിട്ട് അവരുടെ ബഡ്ജറ്റിൽ ഒരു EV ഉണ്ടെങ്കിലാണ് സജഷൻ കൊടുക്കാറ്. അങ്ങനെയാണ്. വേറെ ചിലർക്ക് ചിലപ്പോൾ ടെക്നോളജിന്റെ മുകളിൽ താല്പര്യമുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഏത്തർ പോലത്തെ സ്കൂട്ടേഴ്സ് ഒക്കെ ടെക്നിക്കലി ലോഡഡ് ആണ് ആ കാര്യങ്ങൾ. എല്ലാ ടെക്നോളജി ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇന്നേ വരെ കാണാത്ത ഫീച്ചേഴ്സ് ഒക്കെയാണ് സ്കൂട്ടറിന്റെ മുകളിൽ ഈ രണ്ട് ബ്രാൻഡ്സും കൊടുക്കുന്നത്. ഫീച്ചേഴ്സിനോട് താല്പര്യമുള്ള ആൾക്കാർ ചിലപ്പോൾ അത് ഓപ്റ്റ് ചെയ്യാറുണ്ട്. വേറെ ചിലവർക്ക് അതൊന്നും വേണ്ടതുണ്ടാവും, ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു EV മാത്രം മതി എന്നുണ്ടാവും. അവർക്ക് അത് റെക്കമെൻഡേഷൻസ് കൊടുക്കാറുണ്ട്. ചിലർക്ക് സ്പോർട്ടി റിക്വയർമെന്റ് ആയിരിക്കും, അവർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. വേറെ ചിലർക്ക് ഫാമിലി സ്കൂട്ടർ ആയിരിക്കും. എക്സാമ്പിൾ ഏത്തറും ഓല സ്പോർട്ടിയാണ്, iQBഉം ചേതക്കും ഫാമിലി സ്കൂട്ടറാണ്. അങ്ങനെയുള്ള കൊടുക്കാറുണ്ട്. ആൾക്കാരുടെ റിക്വയർമെന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കാറ്. ഇപ്പം ഇലക്ട്രിക് കാറിന്റെ കേസിൽ പൊതുവേ ഞാൻ ആൾക്കാർക്ക് കൊടുക്കാറ് ഏറ്റവും ലോ എൻഡിൽ ടിയാഗോ EV, പിന്നെ അതേപോലെ തന്നെ സിട്രോൺ EV ശരിക്കും വരുന്നത് കുറച്ചൊരു ലിമിറ്റേഷൻസ് അതിനുണ്ടെങ്കിലും അത് നേരെ നെക്സോൺ മാക്സിന്റെയും നെക്സോണിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് റേഞ്ച് ഓഫർ ചെയ്യാറ്. ചില ആൾക്കാർ പറയാറുണ്ട് ഹൈറ്റ് കൂടിയതുകൊണ്ട് ടിയാഗോയിൽ ഇരിക്കാനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പൊ അവർക്ക് ഒരു ടോൾ സീറ്റിംഗ് പൊസിഷന് വേണ്ടിയിട്ട് സിട്രോൺ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. വേറെ ചിലർക്ക് അത്യാവശ്യം നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. എസ്പെഷ്യലി ഒരു ട്രാവൽ റൂട്ടിൽ അല്ലെങ്കിൽ റൂട്ടിൽ കുറെ ഓടുന്ന ആൾക്കാർ BYDയുടെ വെഹിക്കിൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ആൾക്കാരുടെ റിക്വയർമെന്റും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് പൊതുവെ കൊടുക്കാറ്. വേറെ ചിലർ എസ്പെഷ്യലി പറയാറുണ്ട് ഇപ്പം ഞാൻ ടാറ്റയാണ് യൂസ് ചെയ്യുന്നെങ്കിലും ടാറ്റയുടെ സർവീസ് ആക്ച്വലി കുറച്ച് മോശമാണ്, എനിക്ക് അതിന്റെ മുകളിൽ ഒട്ടും ഡീൽ ചെയ്യണ്ട, എനിക്ക് വേറെ ഏത് വണ്ടി ഉണ്ടെങ്കിലും മതി എന്നല്ല. അവർ ചിലപ്പോൾ വേറെ റെക്കമെൻഡേഷൻസ് എടുക്കാറുണ്ട്. ഈവൻ എന്റെ റിലേറ്റീവ് MGയുടെ കോമറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ആയിരുന്നു. ഏറ്റവും ചെറിയ വണ്ടി അവർക്ക് വേണം, എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റണം, നല്ല വിസിബിലിറ്റി വേണം, പ്യോർലി ഫോർ സിറ്റി യൂസ്. ഒരു കാരണവശാലും അത് ഹൈവേന്റെ മുകളിൽ കയറ്റി ലോങ്ങിന് കൊണ്ടുപോകില്ല. അപ്പൊ അവർക്ക് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള റിക്വയർമെന്റേ അല്ല. അങ്ങനെയുള്ള ആൾക്ക് കോമറ്റ് ഇസ് പെർഫെക്റ്റ്. അങ്ങനെ ആൾക്കാരുടെ റിക്വയർമെന്റ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പൊതുവെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറ്. അതേപോലെ ഞാൻ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കമന്റിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഭൂരിഭാഗം വരും. അതായത് ബാറ്ററിയുടെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി മാറ്റുന്ന സമയത്ത് ഒരുപാട് പൈസ കൊടുക്കണ്ടേന്ന്. കാരണം ശരിയാണ്, നമ്മളിപ്പോൾ ഒരു സ്കൂട്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓലയാണെങ്കിലും എത്രയാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും നമ്മളെ വണ്ടിയുടെ വിലയുടെ പകുതി വില അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ബാറ്ററിക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ അറിയോ, ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ലാഭം അതിൻ്റെ അകത്തുള്ളത്, പെട്രോൾ വണ്ടിനെ വാങ്ങിയാൽ പോരെയെന്ന്. അതിനെപ്പറ്റി എന്താ പറയുള്ളൂ? ഓക്കെ, അപ്പം അത് ആൻസർ ചെയ്യുന്നതിന്റെ മുന്നേ ഇത് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് കോമൺലി ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങളൊരു പെട്രോൾ വണ്ടി യൂസ് ചെയ്യാണ്, ഒരു കാറാവട്ടെ സ്കൂട്ടർ ആവട്ടെ, ഒരു ആക്റ്റീവ നിങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി. ആക്റ്റീവക്ക് ഏകദേശം 2 വർഷം 3 വർഷം കമ്പനി വാറന്റി കൊടുക്കുന്നുണ്ട്. ഈ വാറന്റിക്ക് ശേഷം അതിന്റെ എഞ്ചിൻ റീപ്ലേസ്മെന്റ് കോസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യോ? ഇല്ല, ആർക്കും അറിയുന്ന തന്നെ ഉണ്ടാവില്ല. ആൾക്കാർ പറയും എന്തിനാണ് എഞ്ചിൻ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം, കംപ്ലൈന്റ് വന്നാൽ നന്നാക്കിയാൽ പോരെന്ന്. ഈ സെയിം ബുദ്ധി ആൾക്കാർക്ക് തോന്നില്ല ഇലക്ട്രിക് വണ്ടിയിലോട്ട് വരാൻ നേരത്ത്. അതിന്റെ പ്രധാന കാരണം ആൾക്കാരെ ബാറ്ററി മാറ്റിയ ബാറ്ററി വേണ്ട നല്ലൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ്. ശരിക്കും അവർക്കത് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ബാറ്ററി എന്ന് പറയുന്നത് ബാറ്ററി പാക്കാണ്. ഇതിന്റെ അകത്ത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 100 1000 ബാറ്ററി സെൽസ് ഉണ്ടാവും. കംപ്ലൈന്റ് വരാൻ നേരത്ത് ഒരു സെല്ലിനാണ് ആക്ച്വലി ഒരു കംപ്ലൈന്റ് ഫോൾട്ട് വരുന്നത്, അല്ലെങ്കിൽ ബാറ്ററിയുടെ സോഫ്റ്റ്വെയറാണ് ഈ ഫോൾട്ട് വരുന്നത്. ചിലപ്പോൾ മാനുഫാക്ചർ ഈ ബാറ്ററി പാക്ക് സോഫ്റ്റ്വെയർ ഫോൾട്ടൊക്കെ ചിലപ്പം സർവീസ് സെന്ററിൽ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. മാനുഫാക്ചർ ഈ ബാറ്ററി പാക്ക് ശരിക്കും എടുത്തു കൊണ്ടുവന്നത് ഈ ബാറ്ററിയുടെ സെല്ല് റീപ്ലേസ് ചെയ്യുന്നത് സർവീസ് സെന്ററിൽ നിന്ന് ചെയ്യാൻ നേരത്ത് അതിന് കുറച്ച് സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് പ്ലാന്റിൽ കൊണ്ടുപോയി ചെയ്യുന്നത്. അവിടെ ബാറ്ററി പാക്കിന്റെ അവർ അഴിക്കും, എന്നിട്ട് അതിൻ്റെ അത് ഫോൾട്ടി ആയിട്ടുള്ള കോമ്പണന്റ് അതിനെ കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ മാറ്റി റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ ബാറ്ററി പാക്കിനെ എൻറ്റയർ സേഫ്റ്റി ടെസ്റ്റിംഗ് പ്രോസസ്സിന്റെ അത് കൂടെ ഒന്നും കൂടെ റൺ ചെയ്യിപ്പിക്കും. അത് സേഫ് ആണെന്ന് എൻഷുർ ചെയ്തിട്ടാണ് ഇത് വിട്ടയക്കുന്നത്. ഓബ്വിയസ്ലി ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ നേരത്ത് നല്ലപോലെ ടൈം എടുക്കും. നമുക്കപ്പം നമ്മുടെ വണ്ടിയിലാണ്ട് നിൽക്കാനും പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സിമിലർ ഹെൽത്തുള്ള ബാറ്ററി പാക്ക് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി അവിടെ ശരിക്കും നമ്മുടെ ബാറ്ററി പാക്ക് റിപ്പയറിംഗ് ആണ് നടക്കുന്നത്. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ടൈമിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിം ഹെൽത്തുള്ള ബാറ്ററി പാക്ക് തരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഷാമും നെക്സോൺ EV യൂസ് ചെയ്യുന്നതാണ്, ഞാനും നെക്സോൺ EV യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഷാമിന്റെ ബാറ്ററി പാക്കിന് കംപ്ലൈന്റ് വന്നു, പ്ലാന്റ് എടുത്ത് കൊണ്ടുപോയി അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ റിപ്പയർ ചെയ്തിട്ട് വെച്ചു, ഷാമിന് വേറെ ബാറ്ററി പാക്ക് വന്നു. കുറച്ച് ദിവസത്തിന് ശേഷം എന്റെ ബാറ്ററി പാക്ക് കേടായി കഴിഞ്ഞ്. അപ്പം അത് ടാറ്റയ്ക്ക് ഫോൾട്ട് വരുന്നൊന്നല്ല, പക്ഷെ അങ്ങനെ വിചാരിക്കാം നമുക്ക് എക്സാമ്പിൾ ആയിട്ട്. എന്റെ ബാറ്ററി പാക്ക് അപ്പം ടാറ്റ എടുത്തു കൊണ്ടുപോയി. അപ്പം ഞാൻ 2 ആഴ്ച വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിനെക്കാട്ടും എത്രയോ ഭേദമാണ് ടാറ്റയ്ക്ക് ഓൾറെഡി ഷാമിന്റെ റിപ്പയർഡ് ആയിട്ടുള്ള ബാറ്ററി പാക്ക്. 2 വണ്ടി കാറും സെയിം ബാറ്ററി ഹെൽത്ത് ആണ് ഓൾറെഡി ബാറ്ററി പാക്കിന് ഉള്ളതെങ്കിൽ ആ ബാറ്ററി പാക്ക് എനിക്ക് തരുന്നത്. എന്റെ ബാറ്ററി പാക്ക് റിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഇൻ ലൈൻ ആയിട്ട് വെക്കും അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിപ്പയറിംഗ് പ്രോസസ്
ആണ് ആക്ച്വലി നടക്കുന്നത്. ഇന്നേ വരെ എൻ്റെ അറിവിൽ ഇലക്ട്രിക് കാറിന്റെ കേസിൽ ആരെ കൊണ്ടും ബാറ്ററി പാക്കിന്റെ പൈസ ഇടിപ്പിക്കുന്ന അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. എസ്പെഷ്യലി ഇൻ ടാറ്റാസ് കേസ് ഇതുവരെ വന്നിട്ടില്ല. ഞാനത് ചോദിച്ച് കൺഫേം ആക്കിയതാണ്. ടൂ വീലറിന്റെ കേസിൽ അറിയില്ല. ഇങ്ങനെയാണ് മോസ്റ്റ് പ്രോബബ്ലി എല്ലാ സ്ഥലത്തും വരാറ്. അവിടെ റിപ്പയറിംഗ് ആണ് വരാറ്, ഇത് റിപ്ലേസിംഗ് അല്ല. നമ്മളത് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ സർവീസിന്റെ ടൈമിലൊക്കെ ഇതിന്റെ കൂളന്റ് സൊല്യൂഷൻ മാറ്റുന്നല്ലാണ്ട് വേറെ ഒന്നും പോലും ചെയ്യുന്നില്ല. അത് ഇവൻച്വലി ഡീഗ്രേഡ് ആയിട്ട് പോകാൻ പറ്റും. അതിൽ ഡീഗ്രേഡ് ആവുന്ന നേരത്ത് സെൽസ് ഫോൾട്ട് വരുന്ന നേരത്ത് ആ ഇൻഡിവിജ്വൽ സെൽസിനെ മാറ്റിയാൽ മതി. അതിന് കോസ്റ്റ് വളരെ കുറവ് മാത്രമേ വരുള്ളൂ. നമ്മൾ എന്തിനാണ് ഇത് വെറുതെ റീപ്ലേസ്മെന്റിനെ പറ്റി ആലോചിക്കുന്നത്? റിപ്പയർ ആണ് ശരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പൊ ഗോവിന്ദ് ഇപ്പൊ പറഞ്ഞു ബാറ്ററി പാക്ക് നമുക്ക് മൊത്തമായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല, അതിൽ സെൽസ് മാത്രം മാറ്റിയാൽ മതി. പക്ഷെ നമ്മളിപ്പോ നാട്ടിലെ, ഇപ്പൊ കേരളത്തിലെ, ഇപ്പൊ ഇന്ത്യയിലെ മൊത്തം എവിടെ എടുക്കുകയാണെങ്കിലും ഇപ്പൊ ഇലക്ട്രിക് ടൂ വീലറുടെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ് കേട്ടോ. 4 വീലർ അല്ല, 2 വീലറുടെ കാര്യത്തിൽ നമ്മളിപ്പോ ഓലയുടെ ആണെങ്കിലും ഏത്തറിന്റെ ആണെങ്കിലും അതേപോലെ ഫ്ലോർ ബോർഡിൽ ബാറ്ററി ഉള്ള ഏത് വണ്ടികളാണെങ്കിലും അവർ പറയുന്നത് ബാറ്ററി പാക്ക് മൊത്തമായിട്ട് മാറ്റണം എന്നാണ്. അതിൽ സെൽസ് റീപ്ലേസ് ചെയ്യുന്ന കാര്യം ആരും പറയുന്നില്ലല്ലോ. ഇതിൽ പൊതുവെ ഈ ബാറ്ററി പാക്ക് സെൽ റീപ്ലേസ്മെന്റ് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് ഓലയുടെ പ്ലാന്റ് എന്നോ അല്ലെങ്കിൽ ഏതറിന്റെ പ്ലാന്റ് എന്നാണ്. സർവീസ് ലെവലിൽ നിന്ന് അവരെ ബാറ്ററി പാക്ക് സർവീസ് സെന്ററിന്റെ അവിടെ നിന്ന് ബാറ്ററി പാക്ക് എടുക്കുന്നു, അയക്കുന്നു, വേറെ ബാറ്ററി പാക്ക് കിട്ടുന്നു. അത് മാത്രമേ സർവീസ് സെന്ററിലെ ആൾക്കാർ അറിയുന്നുള്ളൂ. അവിടെ റിപ്പയറിങ്ങും കാര്യങ്ങളും മൊത്തം മാനുഫാക്ചർ ആണ് നോക്കുന്നത്. ഇത് കസ്റ്റമറുടെ ബുദ്ധിമുട്ട് വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവര് വേറെ ബാറ്ററി എടുത്ത് കൊടുക്കുന്നു. അവിടെ ശരിക്കും റീഫർബിഷ്മെന്റ് ആണ് നടക്കുന്നത്. ഓൾറെഡി റീഫർബിഷ്ഡ് ആയിട്ടുള്ള ബാറ്ററി പാക്ക് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫോർമാറ്റ്. ഏതെങ്കിലും മാനുഫാക്ചറേഴ്സ് ഇങ്ങനെയല്ല, എന്തൊരു ചെറിയൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞാലും മൊത്തം ബാറ്ററി പാക്കിനെ സ്ക്രാപ്പ് ചെയ്ത് പുതിയ ബാറ്ററി പാക്ക് കസ്റ്റമറിനെ കൊണ്ട് പേ ചെയ്യിപ്പിച്ച് കൊടുക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതൊരു ഇംപ്രോപ്പർ പ്രാക്ടീസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ പോകുമ്പം, അതായത് വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ ശരിക്കും ആ സമയത്ത് തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞു കൊടുത്തൂടെ ഇവരെടുത്ത്, കസ്റ്റമറുടെ അടുത്ത്, അതായത് ഞങ്ങൾ ഈ ബാറ്ററി 3 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ട് മാറ്റുന്ന സമയത്ത് ഈ സെൽസിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ സെൽസ് മാത്രമേ മാറ്റുള്ളൂ, അതുകൊണ്ട് ഒരുപാട് കാശാവില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് ആ പേടി മാറൂലേ? അതെ, തീർച്ചയായിട്ടും. ഡീലർഷിപ്പിന് ഈ സംഭവം ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ മിക്ക മാനുഫാക്ചറേഴ്സും പോസ്റ്റ് വാറണ്ടി എന്താണെന്ന് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റിയും ശരിക്കും വരുത്തണം. എസ്പെഷ്യലി ഞാൻ ടാറ്റയുടെ ഒക്കെ പല പോസ്റ്റിലും കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ വാറണ്ടി എന്നുള്ളത്. ശരിക്കും ഈ ഒരു സംഭവമാണ് അവർ ചെയ്യുന്നതെങ്കിലും അത് റിട്ടേൺ ആയിട്ടും അത് റെക്കോർഡിക്കലി ശരിക്കും വന്നിരിക്കണം. അതായത് പോസ്റ്റ് വാറണ്ടി ഞങ്ങൾ ബാറ്ററി പാക്ക് റിപ്പയർ ആയിരിക്കും ചെയ്യുന്നത്, വി ഓഫർ റിപ്പയർ പ്രോഗ്രാംസ് എന്ന് മാനുഫാക്ചറേഴ്സ് എടുത്ത് പറയണം. അങ്ങനെ ചെയ്യുന്ന നേരത്താണ് കസ്റ്റമേഴ്സിന് ശരിക്കും കൂടി കോൺഫിഡൻസ് കിട്ടുക. അത് മാനുഫാക്ചറേഴ്സിന്റെ സൈഡിൽ നിന്നും അവർ പറയേണ്ട ഒരു സംഭവമാണ്, വാറണ്ടി കഴിഞ്ഞാലും ഞങ്ങളുടെ ബാറ്ററി പാക്ക് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ആ റിപ്പയറിന്റെ കോസ്റ്റും കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിട്ട് അറിയിക്കണം കസ്റ്റമേഴ്സിനെ. അപ്പോഴാണ് ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നത്. എന്തായാലും ഗോവിന്ദ്, നിങ്ങളുടെ വാല്യുബിൾ സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ കമ്മിങ്. വെൽക്കം. ഓക്കെ, അപ്പൊ കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. I get those goosebumps every time you come around.